നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ രണ്ട് താരങ്ങളെയാണ് റയൽ മാഡ്രിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. കിലിയൻ എംബപ്പെ, എൻട്രിക്ക് എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ. മാത്രമല്ല, ഡിഫൻഡറായ ലെനി യോറോക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് വിഫലമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്ക് മറ്റു താരങ്ങളെ റയൽ മാഡ്രിഡ് കൊണ്ടുവരും എന്നുള്ള റൂമറുകളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നേരിട്ട് തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. റയലിന്റെ സ്ക്വാഡ് പൂർത്തിയായി എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഈ സമ്മറിൽ ഇനി ആരും ക്ലബിലേക്ക് വരില്ല, ആരും തന്നെ ക്ലബ്ബ് വിട്ടു പോകില്ല എന്നും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് സ്ക്വാഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു. വല്ലേഹോ തിരികെ എത്തിയിട്ടുണ്ട്. അലാബ പരിക്കിൽ നിന്ന് മുക്തനായി കൊണ്ടിരിക്കുകയാണ്. ജോൺ യാക്കോബോ, റൗൾ തുടങ്ങിയ യുവ സെന്റർ ബാക്കുമാർ ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. ഒരുപാട് ക്വാളിറ്റിയുള്ള യുവതാരങ്ങളാണ് അവർ. എല്ലാ പൊസിഷനിലും ഞങ്ങൾക്ക് മതിയായ താരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇനി ആരും തന്നെ ക്ലബിൽ നിന്നും പുറത്തു പോകുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായും ടോണി ക്രൂസിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പകരമായിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ഞങ്ങൾക്ക് ലഭ്യമാണ്. ഇതാണ് റയലിന്റെ സ്ക്വാഡിനെ കുറിച്ച് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടോണി ക്രൂസിന് പുറമെ നാച്ചോയും ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ലോണിൽ കളിച്ചിരുന്ന കെപ്പ, ഹൊസേലു എന്നിവരൊക്കെ ക്ലബ്ബ് വിടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗോൾ കീപ്പറായ ലുലിൻ റയൽ മാഡ്രിഡ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ വ്യാപകമായിരുന്നു. പക്ഷെ നിലവിൽ അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാനാണ് സാധ്യതകൾ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.